ഇതിലിപ്പോൾ അങ്ങനെ അവരെ ഉത്കണ്ഠപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. 15 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അതിലൊന്നും വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ അക്കാഡമിക് ഇയറിൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലും വിദ്യാഭ്യാസ ചട്ടങ്ങളിലും പറയുന്ന ഇതനുസരിച്ച് രാവിലെ 15 മിനിറ്റും വൈകുന്നേരം 15 മിനിറ്റും അധികമായി ഒരു ദിവസം അരമണിക്കൂർ അധികമായി എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രതിഷേധങ്ങളും ചില പരാതികളും ലഭിച്ചിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധങ്ങളും പരാതികളുമായി മുന്നോട്ട് പോകുന്നതിൽ താല്പര്യമില്ല. അഭിപ്രായങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് വിശദീകരിച്ചു. അതിനുശേഷം എല്ലാവരും അഭിപ്രായം പറഞ്ഞു. മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഗവൺമെന്റിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തു അവർ അംഗീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ചർച്ചയിലൂടെ ചില ആൾക്കാർ ഇത് ഉച്ചയ്ക്ക് ആക്കിയ പോലെ ഈ അരമണിക്കൂർ വൈകുന്നേരം ആയാൽ എന്താ എന്നെല്ലാം പറഞ്ഞുള്ള ഒരു ചില അഭിപ്രായ പ്രകടനങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളെല്ലാം നടത്തിയിരുന്നു. അതിന്റെ പ്രയാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് സൂചിപ്പിക്കുകയുണ്ടായി. നമസ്കാരം. സ്കൂൾ സമയമാറ്റത്തിൽ സമസ്തയുടെ എതിർപ്പ് തള്ളി സർക്കാർ. ഈ വർഷം പുതുക്കിയ സമയക്രമം തുടരും. വിവിധ മതസംഘടനകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മന്ത്രി നിലപാട് പറഞ്ഞത്. സമസ്തയ്ക്ക് ഒരു ഉറപ്പും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സർക്കാരാണ് സമവായ ഫോർമുല മുന്നോട്ട് വെച്ചതെന്നും ചർച്ചയിൽ തൃപ്തരാണെന്നുമാണ് സമസ്ത നേതാക്കളുടെ പ്രതികരണം. സർക്കാരിനെതിരെ വലിയ വിമർശനവും ഭീഷണിയുമാണ് സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സമസ്ത ഉന്നയിച്ചിരുന്നത്. നിലപാടിൽ ഉറച്ച് മുന്നോട്ടു പോകുമെന്നത് സർക്കാരിന്റെ വിജയമാണോ? സമസ്ത വഴങ്ങിയതോ സർക്കാർ മെരുക്കിയതോ? പരിശോധിക്കാം. സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ എൻ ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, പ്രൊഫസർ AG ജോർജ്, വിദ്യാഭ്യാസ വിദഗ്ധൻ, ഡോക്ടർ IP അബ്ദുൽ സലാം, മദ്രസ ബോർഡ് ചെയർമാനാണ് അദ്ദേഹം, ശ്രീ ഷാഫി KSTA ജനറൽ സെക്രട്ടറി എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ IP അബ്ദുൽ സലാം, വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് മതസംഘടനകൾ മുന്നോട്ട് വെച്ചിരുന്നു. പ്രധാനമായും മദ്രസ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളായിരുന്നു. ഇന്നിപ്പോൾ സർക്കാർ ഒരു ചർച്ച നടത്തി കാര്യങ്ങൾ എന്താണ് എന്ന് വിശദീകരിച്ചു. അത് തൃപ്തികരം എന്നതാണ് ചർച്ചയ്ക്ക് ശേഷം നേതാക്കൾ പറഞ്ഞത്. ഇതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കുമോ? ശ്രീ അബ്ദുൽ സലാം, കേൾക്കാമോ? ഓക്കെ, പറഞ്ഞോളൂ. കേരളത്തിലെ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർഷം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സർക്കാർ സ്വീകരിച്ച ഒരു നിലപാട്, കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ സമയമാറ്റം ആവശ്യമാണെന്ന് സർക്കാർ മുന്നോട്ട് വെച്ചു. ആ സമയത്ത് കേരളത്തിലെ ചില മതസംഘടനകൾ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ആശങ്കകളൊന്നുമില്ല. കൃത്യമായി ഈ വിഷയത്തിൽ സർക്കാർ എല്ലാവരുമായി ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമെന്ന്, രാജ്യമെന്ന നിലക്ക് ജനങ്ങളുമായി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുക. പ്രത്യേകിച്ച് അധ്യാപക സംഘടനകൾ, അതുപോലെ രക്ഷിതാക്കൾ, അതുപോലെ തന്നെ സാംസ്കാരിക സാമൂഹിക സംഘടനകളുമായി സർക്കാർ ഇത്തരം വിഷയങ്ങൾ ഒരു നിലപാടെടുക്കുമ്പോൾ ചർച്ച ചെയ്യാറുണ്ട്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സ്കൂൾ സമയമാറ്റം അത് ഒരു പക്ഷേ ഒരു അരമണിക്കൂർ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നീക്കുപോക്ക് നടത്തിയാൽ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ പഠന പ്രക്രിയയിൽ കൂടുതൽ സമയങ്ങൾ കണ്ടെത്താനും പ്രത്യേകിച്ച് അധ്യാപകർക്കും സ്ഥാപനങ്ങൾക്കും സാധിക്കുമെന്ന ഒരു തീരുമാനം അത് എന്തുകൊണ്ടും അംഗീകരിക്കാവുന്ന ഒരു തീരുമാനം തന്നെയാണ്. കാരണം സ്കൂളിലെ ഇപ്പോൾ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ചില സിലബസുകൾ കരിക്കുലത്തിന്റെ ഭാഗമായി പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്നു. കോ കരിക്കുലം ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് പലതും പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുമ്പോൾ കുറച്ചും കൂടി ടൈം അതിന് കിട്ടുകയാണെങ്കിൽ കൂടുതൽ ആ കാര്യത്തിൽ മികച്ച നിലവാരത്തിലേക്ക് സംസ്ഥാനത്തെ
പൊതുവിദ്യാഭ്യാസത്തെ കൊണ്ടുവരാൻ കഴിയുമെന്നതാണ് സർക്കാരിന്റെ നയം എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ വിഷയത്തില് ഏറ്റവും പ്രധാനമായി ഒരു ഭാഗം വരുന്നത് ചില മതസംഘടനകൾ എന്ന് പറയും മുസ്ലിം സമുദായത്തിലെ മദ്രസകൾ നടക്കുന്നത് രാവിലെ 7 മണി മുതൽ അല്ലെങ്കിൽ 6:30 മുതൽ 8:30, 9 വരെ ആണ് സമയത്ത് നടക്കുന്നത്. പക്ഷെ സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഹൈസ്കൂളുകളിൽ മാത്രമാണ് ഈ സമയം മാറ്റം. അങ്ങനെ ഹൈസ്കൂളിൽ ഈ സമയം മാറ്റം വരുമ്പോൾ സ്വാഭാവികമായും മദ്രസ പഠനത്തെ അത് ബാധിക്കുന്നില്ല. മാത്രമല്ല ഈ വിഷയത്തിൽ വേണമെങ്കിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ ഏറ്റവും നല്ലത് എല്ലാവരുമായി ഒരു സമവായ ചർച്ച നടത്തുകയും ഏറ്റവും ഉചിതമായ തീരുമാനത്തിലേക്ക് സർക്കാരിന് വരാവുന്നതുമാണ്. സമയം മാറ്റം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മദ്രസ സമയത്തെയോ അല്ലെങ്കിൽ മറ്റു മതപഠനത്തെയോ കവർന്നെടുത്തുകൊണ്ടുള്ള ഒരു ദിവസം നിലപാടല്ല സർക്കാർ സ്വീകരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പല ആളുകളുമായി ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ വളരെ ഉന്നതമായ ചില മതസംഘടനകളുമായിട്ട് അവരുടെ നേതാക്കളുമായി മദ്രസ ബോർഡുകളുമായിട്ട് സർക്കാർ വിഷയത്തിൽ ചർച്ച നടത്തിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന സമസ്തയുമായി മാത്രമാണ് ഈ വിഷയത്തിൽ ഇന്ന് ഒരു ഡിസ്കഷൻ സർക്കാർ നടത്തിയിട്ടുള്ളത്. ആദ്യത്തെ മദ്രസ അങ്ങനെയല്ല. CMSന്റെയും KPSMA, എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ, മദ്രസ ബോർഡ്, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി, LMS, SN ട്രസ്റ്റ് അങ്ങനെ തുടങ്ങി മാനേജ്മെന്റ് സംഘടനകളുമായി എല്ലാം തന്നെ ഇന്ന് സർക്കാർ ചർച്ച നടത്തിയിരുന്നു. പക്ഷെ അതിൽ ഒരു വിഷയമുണ്ട്, വളരെ കൃത്യമാണ്. KNM മുജാഹിദ് സംഘടനകൾ മദ്രസകൾ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു സംഘടനകൾ മദ്രസകൾ നടത്തുന്നുണ്ട്. അവരുമൊക്കെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതായിരുന്നു. കേരളത്തിലെ ആയിരക്കണക്കിന് മദ്രസകൾ നടത്തുന്ന സമസ്ത EKAP വിഭാഗം എല്ലാം ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഈ ചർച്ചയ്ക്ക് ശേഷം സമസ്ത നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത് തൃപ്തികരം എന്നതാണ്. പക്ഷേ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ആരും അവൈലബിൾ ആകാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് താങ്കളെ ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചത്. ഈ വിഷയങ്ങൾ അറിയാവുന്ന വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ പുറമേക്ക് അവർ തൃപ്തരാണ് എന്ന് പറയുന്നു. ഈ സർക്കാർ ഈ വർഷം ഇത് തുടർന്നിട്ട് അടുത്ത വർഷം സമയമാറ്റം പുനഃപരിശോധിക്കുമെന്ന ഉറപ്പ് നൽകിയെന്ന് പറയുന്നു. ഇപ്പോൾ താങ്കൾ സംസാരിച്ചതനുസരിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രം ഉണ്ടായിട്ടുള്ള ഈ സമയമാറ്റം ഒരു തരത്തിലും മദ്രസ പഠനത്തെ ബാധിക്കില്ല എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഇതിൽ പുനഃപരിശോധനയുടെ ആവശ്യമുണ്ടോ? ഇപ്പോൾ സർക്കാർ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അത് മനസ്സിലായി, ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പൂർണ്ണമായും എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? പക്ഷെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത് പ്രശ്നം പല സംഘടനകളുമായി ചർച്ച ചെയ്തു. ആ വിഷയത്തില് സർക്കാർ നിലപാടുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് മന്ത്രി ശിവൻകുട്ടി സാറ് നേരത്തെ പത്രസമ്മേളനത്തില് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ പൂർണ്ണമായ ഒരു സമവായത്തിൽ എത്തിയിട്ടില്ല എന്നാണ് സമസ്ത പറയുന്നു. ഞങ്ങള് ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ നടപ്പിലാക്കൂ എന്ന് പറയുന്നു. എന്നാൽ മന്ത്രി ശിവൻകുട്ടി പറയുന്നത് നേരെ തിരിച്ചാണ്. ഈ വിഷയത്തില് സർക്കാരിന്റെ നിലപാടുമായി മുന്നോട്ട് പോവാനാണ് തീരുമാനം എന്നതാണ്. തീർച്ചയായും ഈ അധ്യയന വർഷത്തിൽ എന്തായാലും ഒരു മാറ്റവുമില്ല. സർക്കാർ തീരുമാനിച്ചത് എന്താണോ അത് തന്നെ നടക്കും എന്ന് പറയുന്നു. അതിനപ്പുറം ഉള്ള കാര്യങ്ങൾ അടുത്ത അധ്യയന വർഷം തുടങ്ങുമ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണ്, അപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നത് അപ്പോൾ ചർച്ച ചെയ്യാമെന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ ഷാഫി കൂടി നമുക്കൊപ്പം ചേരുന്നു. KSTA ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ ഷാഫി, ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പ് ഈ മതസംഘടനകൾക്ക് കൊടുത്തിട്ടാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു മുഖം രക്ഷിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടായത് എന്നൊരു സംശയമുണ്ട്. കാരണം ഈ ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്, അടുത്ത അധ്യയന വർഷം ഇങ്ങനെ സമയമാറ്റം പരിഗണിക്കാമെന്നൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്നപരിഹാരം എന്ന് ഉമർ ഫൈസി ഉൾപ്പെടെയുള്ളവർ പറയുന്നു. മാത്രവുമല്ല, ഈ അധ്യയന വർഷം തുടങ്ങിപ്പോയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യമെന്ന് പറയുന്നു. സർക്കാർ തന്നെയാണ് ഇങ്ങനെ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികളുണ്ടോ? അങ്ങനെയാണോ ഈ പ്രശ്നപരിഹാരം ഇപ്പോൾ സാധ്യമായിട്ടുള്ളത്? തീർച്ചയായും ഈ കാര്യത്തിൽ ഞാൻ ആദ്യമായി ഒരു കാര്യം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇത് NEPയുടെ ഭാഗമായിട്ടല്ല ഈ സമയ ക്രമീകരണം. സമയം മാറ്റം എന്നൊക്കെ പറയുമ്പോൾ ആ വാക്ക് തന്നെ ഒന്നുകൂടെ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. സമയത്തിലെ ചെറിയ ക്രമീകരണം മാത്രമാണ് വരുത്തിയിട്ടുള്ളത്. ഇത് NEPയുമായി യാതൊരു ബന്ധവുമില്ല. ഇത് കഴിഞ്ഞ വർഷം ഒരു സ്കൂൾ മാനേജറും PTA പ്രസിഡന്റും കോടതിയിൽ പോവുകയും കോടതി 220 ദിവസത്തെ പ്രവൃത്തി ദിവസങ്ങൾ
നമ്മുടെ നിയമപ്രകാരമുള്ള RTE പ്രകാരമുള്ളതും KER പ്രകാരവുമുള്ള ദിവസങ്ങൾ കുട്ടികൾക്ക് പ്രവൃത്തി ദിവസം കിട്ടുന്നില്ലെന്ന് കോടതിയുടെ വിധി സമ്പാദിച്ചു വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് 25 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസങ്ങളാക്കി. അതിനെതിരെ മനഃശാസ്ത്ര വിദഗ്ധന്മാരടക്കമുള്ളവരുടെ പിന്തുണയോടുകൂടി വിദ്യാർത്ഥികൾ, അധ്യാപക സംഘടനകൾ കോടതിയിൽ പോവുകയും കോടതി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച ചെയ്തുകൊണ്ട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് സർക്കാരിനോട് പറഞ്ഞു. സർക്കാർ അതിനെ തുടർന്ന് ഒരു വിദഗ്ധ സമിതിയെ റിപ്പോർട്ടിനായി വെക്കുകയുണ്ടായി. ആ വിദഗ്ധ സമിതി അംഗങ്ങൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ പ്രൊഫസർ VP ജോഷിത്ത്, ഡോക്ടർ അമർ ഫെറ്റൽ, ഡോക്ടർ ദീപ ഭാസ്കരൻ, ഡോക്ടർ PK ജയരാജ്, ഡോക്ടർ MP നാരായണ ഉണ്ണി എന്നീ ആളുകൾ, വളരെ വൈദഗ്ധ്യമേറിയ ആളുകൾ, വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമേറിയ ആളുകൾ ഒരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി എല്ലാ ജില്ലകളിലും വിവിധ സ്കൂളുകളിൽ നേരിട്ട് പോയി. എല്ലാ ജില്ലകളിലുമല്ല, തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ്, ആലപ്പുഴ ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ പോയി അവിടെയുള്ള അധ്യാപകർ, കുട്ടികൾ, അധ്യാപക വിദ്യാർത്ഥികളോടൊപ്പം തന്നെ രക്ഷിതാക്കൾ, ജനപ്രതിനിധികൾ തുടങ്ങി ആളുകളോട് ചർച്ച ചെയ്തു. ആളുകളുടെ നിവേദനം സ്വീകരിച്ചു. 12,000-ഓളം ആളുകളുടെ നിവേദനങ്ങൾ സ്വീകരിച്ചു. വിദ്യാർത്ഥി സംഘടനകൾ, അധ്യാപക സംഘടനകൾ തുടങ്ങിയവരോട് ചർച്ച ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ കൊടുത്ത റിപ്പോർട്ടാണ് RTE നിയമത്തിലുള്ള സമയവും KER പ്രകാരമുള്ള സമയവും പാലിക്കാൻ നമുക്ക് ഹൈസ്കൂളിൽ 1100 മണിക്കൂർ സമയം ഉറപ്പിക്കാൻ ക്രമീകരണം വരുത്തണം. അതിന് നല്ലത് ശനിയാഴ്ചകൾ എടുക്കുന്നത്, തുടർച്ചയായ 6ാമത്തെ പ്രവൃത്തി ദിവസം എന്ന ശനിയാഴ്ചകൾ എടുക്കുന്നത് കുട്ടികളുടെ മാനസികമായ ഉല്ലാസ പ്രവർത്തനങ്ങൾ, മറ്റു കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നിവയൊക്കെ ബാധിക്കും എന്നുള്ള അടിസ്ഥാനത്തിൽ അവർ കൊടുത്ത റിപ്പോർട്ടാണ് ഇപ്പോഴുള്ള ഈ സമയക്രമീകരണം. സമയമാറ്റം എന്നുള്ള വാക്യം ഉപയോഗിക്കുന്നില്ല. സമയക്രമീകരണം രാവിലെ 15 മിനിറ്റും വൈകുന്നേരം 15 മിനിറ്റും വീതം അരമണിക്കൂർ വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങൾ വർദ്ധിപ്പിക്കുകയും 6ാമത്തെ പ്രവൃത്തി ദിവസം വരാത്ത ഏതാനും ശനിയാഴ്ചകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഗവൺമെന്റ് അധ്യാപക സംഘടനകളോട് വീണ്ടും ചർച്ച ചെയ്യുകയും ചെയ്തു. ഒരു വിദ്യാഭ്യാസ കലണ്ടർ എന്നുള്ളത് വിദ്യാഭ്യാസ സമയവും അവധി ദിവസങ്ങളും മാത്രമല്ല, ഒരു വർഷം നടക്കേണ്ട മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ഒരു സമാഹാരമാണ്. അത് എല്ലാ അധ്യാപക സംഘടനകളും 39 അധ്യാപക സംഘടനകൾ ഉണ്ട്. അംഗീകാരമില്ലാത്തവരുമുണ്ട്. അവർ വിവിധ ആശയഗതികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ, വിവിധ ഗ്രൂപ്പുകൾ ഒക്കെയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ എല്ലാവരുടെയും യോഗത്തിൽ ആണ് അത്, എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയാണ് അത് പ്രകാശനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്താണ്? ഇവിടെ ഒരു വിദ്യാഭ്യാസ രംഗത്ത് നടക്കേണ്ട ഈ പ്രവർത്തനത്തെ 15 മിനിറ്റ് നേരത്തെ ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് നേരത്തെ സംസാരിച്ചതുപോലെ ഹൈസ്കൂളുകളിൽ മാത്രം 8, 9, 10 മദ്രസ പഠനത്തെ കുറിച്ച് അറിയുന്നവർക്കറിയാം. പൊതുവിൽ അത് കുട്ടികളുടെ മദ്രസ പഠനത്തെ ഹൈസ്കൂളിലെ സമയത്തിലെ ചെറിയ ക്രമീകരണം ബാധിക്കുന്നില്ല എന്നുള്ളത്. അതിനെ വളരെ മോശമായ രൂപത്തിലേക്ക് വെല്ലുവിളിച്ചുകൊണ്ടുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായി. യഥാർത്ഥത്തിൽ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ ഉൾപ്പെട്ടവരാണ്. ജനപ്രതിനിധികൾ, പൊതുജനങ്ങളൊക്കെ, ഇവരിലൊക്കെ ഈ ആളുകൾ ഉണ്ടാവും. ഈ ആളുകളുടെ ഒന്നും അഭിപ്രായത്തിൽ ഇതിനെക്കുറിച്ച് വിദ്യാർത്ഥി സംഘടനയുടെ അഭിപ്രായം രേഖപ്പെടുത്തി ആ രേഖയിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇത്തരം അഭിപ്രായം വന്നപ്പോൾ കേരളീയ സമൂഹം പറഞ്ഞു, ഇങ്ങനെയുള്ള പൊതുവായ കാര്യങ്ങളിൽ ഇത്തരത്തിൽ വെല്ലുവിളിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് കേരളത്തിന്റെ മതനിരപേക്ഷ സാഹചര്യത്തിന് ദോഷകരമാണ്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോഴും മന്ത്രി തുറന്ന സമീപനമാണ് എടുത്തത്. സർക്കാർ തുറന്ന സമീപനമാണ്. സർക്കാർ തീർച്ചയായും അങ്ങനെയാണല്ലോ ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് എത്തിയത്. ഞാൻ ചോദിക്കുന്നത്, ചർച്ച നടന്നു, ഇപ്പോ സർക്കാരിന്റെ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു. ഏതെങ്കിലും ഉപാധികളുടെ അടിസ്ഥാനത്തിലാണോ ഇത് എന്നതായിരുന്നു എന്റെ സ്പെസിഫിക് ആയുള്ള ചോദ്യം. അതറിയാൻ അവസാനിക്കുന്നത്. അവിടെ ചർച്ച ചെയ്തപ്പോഴാണ് മന്ത്രി അന്ന് തന്നെ പറഞ്ഞത് എന്താ, ഇതിൽ സംശയമുള്ളവരുമായി ചർച്ച ചെയ്തും വ്യക്തമാക്കും. ഇന്ന് മന്ത്രി ഇതിന്റെ സാഹചര്യം, ഞാനീ പറഞ്ഞതോ ഇതിനപ്പുറമോ ഉള്ള കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള ബൗണ്ടിങ് ആയ കാര്യങ്ങളടക്കം ബോധ്യപ്പെടുത്തിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അല്ലാതെ മറ്റൊരു കരാറിന്റെയോ മറ്റൊന്നിന്റെയോ അടിസ്ഥാനത്തിലല്ല. അവർക്ക് ബോധ്യപ്പെടുത്തുമെന്നാണ് മന്ത്രി പറഞ്ഞത്. അവരെ വിളിച്ചു, അവരുമായി സംസാരിച്ച് ബോധ്യപ്പെടുത്തി എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, പ്രൊഫസർ AG ജോർജ്, ഇവിടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ മതസംഘടനകൾ ഇടപെടരുത് എന്നതാണ് നമ്മളുടെ പൊതുവെ എല്ലാവരും അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. പക്ഷേ എപ്പോഴും അത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നതും അതിൽ സർക്കാർ വഴങ്ങുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഈ വിഷയത്തിൽ സർക്കാർ വളരെ മാതൃകാപരമായ ഒരു നിലപാടാണോ സ്വീകരിച്ചിരിക്കുന്നത്? ഇപ്പോൾ ആശയക്കുഴപ്പങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞവരെ ഏറ്റവും ഒടുവിൽ നിലപാടിൽ നിന്ന് മാറി തന്നെ അവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നു, അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിൽ സർക്കാർ എന്താണോ തീരുമാനിച്ചത് ആ നയവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് മാതൃകാപരമായ ഒരു സമീപനമാണോ? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പോലെ ഇത്രയേറെ കാലാകാലങ്ങളിൽ പരിഷ്കാരത്തിന് വിധേയമായ മറ്റൊരു മേഖലയുണ്ടോ എന്ന് സംശയിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലം മുതൽ തുടർന്നു വരുന്ന മന്ത്രിമാരും മന്ത്രിസഭകളുമൊക്കെ ഏറ്റവും അധികം പരീക്ഷണത്തിന് വിധേയമാക്കുന്നത് വിദ്യാഭ്യാസ രംഗമാണ്. അതിന് ഓരോരോ ന്യായങ്ങൾ അതാത് സമയത്ത് ഭരിക്കുന്ന സർക്കാരും അതിനോട് ബന്ധപ്പെട്ട ആളുകളും പൊതുസമൂഹത്തിന്റെ മുൻപിൽ വെക്കാറുണ്ടതും എന്നതും പരമാർത്ഥമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഭാഗമായിട്ടല്ല ഈ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തോട് ഇപ്പോഴത്തെ സർക്കാരിന്റെ സമീപനം എന്തായിരുന്നു, ഇപ്പോൾ എന്താണ് എന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും ഏകദേശം ഇപ്പോൾ ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. സാന്ദർഭികമായി പറയട്ടെ, ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ഏറ്റവും വലിയ ഒരു നിർദ്ദേശമായിരുന്നല്ലോ PM ശ്രീ എന്ന് പറയുന്നതായ ഒരു പദ്ധതി. അതായത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. അതിന്റെ ഫലമായി കോടിക്കണക്കിന് രൂപയാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് മറ്റുമായി വാഗ്ദാനം ചെയ്തത്. എന്നാൽ ഇവിടെ ഈ കേരള സർക്കാർ, ഇപ്പോൾ നിലവിലുള്ള കേരള സർക്കാർ യാതൊരു കാരണവശാലും ആ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നടപ്പാക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ഒരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 1500 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കുമായിരുന്നതായ സാമ്പത്തിക സഹായം ഇപ്പോൾ ലഭിക്കാത്ത ഒരു സ്ഥിതിയിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് കാലോചിതമായി എടുക്കുന്ന നടപടികളെ എല്ലാ ജനങ്ങളും സർവാത്മന സ്വീകരിക്കുന്ന ഒരു രീതിയാണ് കേരളത്തിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഉദ്ദേശശുദ്ധിയോടുകൂടി എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണെങ്കിൽ തീർച്ചയായും ഇതിനകത്ത് എല്ലാ ആളുകളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകും എന്ന് വേണം കരുതാൻ. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ അത് തന്നെ ആണോ എന്ന ഈ ലക്ഷ്യം എന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇന്നും ഇത്ര ഏറെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം കേരളത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല. കാരണം ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ അനേക പ്രാവശ്യം ചർച്ച ചെയ്ത വിഷയമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം. അതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പ്രഥമ ദൃഷ്ട്യാ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ വരുത്തിയിരിക്കുന്ന സമയക്രമീകരണം കേരളത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണത്തെ വർദ്ധിപ്പിക്കുന്നതാണോ എന്നത് വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കാലത്തെ 15 മിനിറ്റും വൈകിട്ട് 15 മിനിറ്റും കൂട്ടുന്നത് കൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനപരമായ ഗുണത്തിന് വർധനമുണ്ടാകുമോ എന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് 4 ദശാബ്ദക്കാലത്തിലേറെ പ്രവർത്തിക്കുന്ന ഒരാളായ എനിക്ക് നേരിയ സംശയങ്ങളുണ്ട്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മേഖലകളിലാണ് നമ്മൾ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇവിടുത്തെ പാഠ്യക്രമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുന്നുണ്ടോ എന്നത് പ്രഥമമായ ചോദ്യം. രണ്ടാമത്, ഇവിടുത്തെ അധ്യയന രീതി കാര്യമായ രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ പരീക്ഷ നടത്തിപ്പ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ആലോചിക്കണം. മൂല്യനിർണയം എങ്ങനെയാണ്? ഇങ്ങനെ 3-4 തട്ടുകളിൽ സമഗ്രവും ശാസ്ത്രീയവും സാങ്കേതികവുമായ പരിശോധനയിലൂടെ മാത്രമേ അത്തരം പരിശോധനകൾ ഉണ്ടാകണം. പഠന നിലവാരം ഉയരണമെങ്കിൽ അത്തരം പരിശോധനകൾ ഉണ്ടാകണം. അവിടെ ശരിയായ വിധത്തിലുള്ള മുന്നോട്ട് പോക്ക് ഉറപ്പുവരുത്തിയാൽ മാത്രമേ നമുക്ക് പഠന നിലവാരം ഉറപ്പാക്കാൻ പറ്റുള്ളൂ. അവിടെ സർക്കാരിന് അത്തരം നയപരിപാടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടാകണമല്ലോ. അപ്പോൾ എല്ലാ കാലത്തും വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് അത് സാധ്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പലവിധ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് പല സർക്കാരുകൾക്കും. ഇവിടെ ഇപ്പോൾ
സമയക്രമം ഇങ്ങനെ വേണം എന്നത് സർക്കാർ ഒരു ദിവസം പെട്ടെന്ന് തീരുമാനിച്ചതല്ല. കോടതി വിധിയുണ്ട്, പിന്നീട് പരിശോധനകളുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചതാണ്. നമ്മളെക്കാൾ പഠന സമയം കൂടുതലാണ് കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ. അവർക്കൊക്കെ അവിടുത്തെ കുട്ടികൾക്കൊക്കെ ലഭിക്കുന്ന പഠന സമയം ഇതിലും കൂടുതലാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ സർക്കാർ എടുത്തൊരു തീരുമാനം, അതിന് മതസംഘടനകളുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദമുണ്ടാകുന്നു. അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് വരെ പോകുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാർ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അനുനയിപ്പിച്ച് ആ നിലപാടുമായി മുന്നോട്ട് പോവുകയാണല്ലോ. അതൊരു നല്ല സ്റ്റെപ്പാണോ എന്നതാണ് ഞാൻ ചോദിച്ചത്. രേണുക, ആ ഉത്തരത്തിലേക്ക് തന്നെ ഞാൻ വരികയാണ്. ഞാനൊരു പശ്ചാത്തലം ഒന്ന് വിവരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രേണുക ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരികയാണ്. തീർച്ചയായും ഇതിന് വേണ്ടതായ ഗൃഹപാഠം ചെയ്തു എന്നാണ് മന്ത്രി ആവർത്തിച്ച് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടൊക്കെ പല തട്ടുകളിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനകത്ത് അവിടെ എനിക്ക് പറയാനുള്ളത്, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന് തീർച്ചയായും ആ സംസ്ഥാനത്തെ വിദ്യാഭ്യാസത്തിന്റെ നയരൂപീകരണത്തിന് ഭരണഘടനാപരമായും നിയമപരമായും സാങ്കേതികമായും അവകാശമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ അവകാശം കൂടുതൽ ബലപ്പെടുത്തിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി മൂലം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ അവസാനം നടന്നതായിട്ടുള്ള ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നതും ഇവിടെ നേരത്തെ പറഞ്ഞവർ സൂചിപ്പിച്ചതും വിദ്യാഭ്യാസ മന്ത്രി ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന കാര്യം ചർച്ച നടത്തിയ ആളുകളുമായി, സാമുദായിക സംഘടനാ നേതാക്കന്മാരുമായി, പ്രത്യേകിച്ച് സമസ്ത നേതാക്കന്മാരുമായി ഒക്കെ സംസാരിച്ചു. അവരെ ബോധ്യപ്പെടുത്തി എന്ന ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ അവർ ബോധ്യപ്പെട്ടാണോ മടങ്ങിപ്പോയിരിക്കുന്നത് എന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടെ ഈ പരിഷ്കാരവുമായി മുന്നോട്ട് പോകുന്നു. ഈ വർഷം ഇനിയും ഒരിക്കലും പിന്നാക്കം പോകുന്ന പ്രശ്നമില്ല എന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ വെളിപ്പെടുത്തിയത് കൊണ്ട്, പ്രത്യേകിച്ച് ഹൈക്കോടതി വിധിയുടെ ഒരു പിൻബലം ഉള്ളത് കൊണ്ട് ഈ തീരുമാനം കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെ നമ്മൾ കരുതണം. ഇതൊരു പരീക്ഷണമാണ്. ഇതുകൊണ്ട് ഗുണനിലവാരം വർദ്ധിക്കുന്നുണ്ടോ, ആകെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു ഉണർവുണ്ടാകുന്നു എന്നതൊക്കെ കാലം തെളിയിക്കേണ്ടതായിരിക്കുന്നു. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ പരിഷ്കാരത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം നമ്മൾ സാധിച്ചെടുത്തിട്ടുണ്ടോ എന്നത് നമുക്ക് നിഗമനത്തിലെത്താനായി സാധിക്കൂ. തീർച്ചയായും വ്യക്തമാണത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ ഈ വിഷയം വിദ്യാഭ്യാസ മേഖലയുമായി നേരിട്ട് ബന്ധപ്പെടുന്നതാണ് എന്നിരിക്കെ തന്നെ ഇതിൽ രാഷ്ട്രീയം കൂടി കലർന്നിട്ടുള്ള ഒരു വിഷയമാണ്. സമസ്ത ഈ നിലപാടെടുത്ത് സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ ലീഗ് പറഞ്ഞത് സമസ്ത പറയുന്ന കാര്യങ്ങളിൽ ന്യായമുണ്ട് എന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ സർക്കാർ ആ സംഘടനകളെ വിളിച്ച് സംസാരിച്ച് എന്താണ് സർക്കാർ ഈ നിലപാടുമായി ഈ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യമെന്ന് വിശദീകരിച്ചു. വലിയ ഭീഷണി മുഴക്കിയ സംഘടനകൾ തന്നെ പറയുന്നു ഞങ്ങൾ തൃപ്തരാണ് ഈ ചർച്ചയിലെന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി കൂടി സർക്കാരിനൊരു വിജയമായി ഈ സാഹചര്യം മാറുന്നില്ലേ? നോക്കൂ രേണുക, ഇതില് രാഷ്ട്രീയം ഉണ്ടോ എന്ന് രേണുക ചോദിച്ചല്ലോ. ഇത് രാഷ്ട്രീയമേ ഉള്ളൂ. കാരണം 2014 അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് തുടർഭരണം കിട്ടിയല്ലോ. അപ്പൊ അവർക്ക് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളത് രണ്ടായിട്ട് അവർ വിഭജിച്ചു. ഒന്ന് പൊതുവിദ്യാഭ്യാസവും ഒന്ന് ഉന്നത വിദ്യാഭ്യാസവും. ഈ ഉന്നത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്നേക്കാൾ കൂടുതൽ ഇവിടെയുള്ള KST നേതാക്കൾക്കും അതുപോലെ ജോർജ് സാറിനെ പോലുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാം. ഇവിടെ ഇപ്പോഴത്തെ ഈ സ്കൂളിന്റെ സമയമാറ്റം സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി 2 ആഴ്ച മുമ്പ് നടത്തിയ പ്രസ്താവന നമ്മൾ ആദ്യം നോക്കാം. അദ്ദേഹം പറഞ്ഞത് മതസംഘടനയ്ക്ക് ഞങ്ങൾ വഴങ്ങില്ല. ശരി, നല്ല കാര്യം. വിരട്ടല് വേണ്ട. ശരി, നല്ല കാര്യം. ഇത് ഗവൺമെന്റിന്റെ തീരുമാനമാണ്, നല്ല കാര്യം. പക്ഷെ പിന്നെന്തിനാ ഒരു ചർച്ചയ്ക്ക് വിളിച്ചത്? നേരത്തെ സമസ്തയാണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും അതുപോലെ കാന്തപുരം വിഭാഗമാണെങ്കിലും AP വിഭാഗമാണെങ്കിലും അവരൊക്കെ പറഞ്ഞത് ഒരു ചർച്ച ചെയ്തുകൂടെ എന്നാണ്. ജിഫ്രി മുത്തിക്കോയ തങ്ങൾ പറഞ്ഞത് സർക്കാർ ഞങ്ങളോടൊന്ന് ചർച്ച ചെയ്തുകൂടെ എന്ന് ചോദിച്ചിരുന്നുള്ളൂ. അപ്പോഴാണ് പറഞ്ഞത് വിരട്ടല് വേണ്ട, ഇത് ഗവൺമെന്റിന്റെ മതസംഘടനകൾക്ക് വഴങ്ങുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞത്. പിന്നെ എൻ ശ്രീകുമാർ, ജിഫ്രി തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഉമർ ഫൈസി മുക്കം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മുസ്ലിം സമുദായത്തെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, തിക്തഫലം അനുഭവിക്കേണ്ടി വരും എന്നതാണ് ഉമർ ഫൈസി മുക്കം പറഞ്ഞത്. ആ ഉമർ ഫൈസി മുക്കം ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നു നല്ല തൃപ്തിയുണ്ട് എന്ന്. അല്ല, ഞാൻ പറഞ്ഞ അവരെ ചർച്ചയ്ക്ക് വിളിച്ചല്ലോ. അവരെ ആവശ്യപ്പെട്ടതാണ് ചർച്ചയ്ക്ക് വിളിക്കട്ടെ എന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. ഇവരുടെയൊക്കെ പത്രസമ്മേളനം നമ്മുടെ ഇത് യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ, എടുത്ത് നോക്കിയാൽ മതിയല്ലോ. അതായത് ചർച്ചയ്ക്ക് വിളിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ എന്താണ് ഇതിന് ആദ്യം ഇപ്പൊ ജുംബ ഡാൻസ് വന്നു. ജുംബ ഡാൻസ് സത്യത്തിലെ എല്ലാവർക്കും അതിനോട് അനുകൂല നിലപാടുള്ളതാണ്.
പക്ഷെ അത് പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടു ആദ്യം, പിന്നീടാണ് അത് തിരുത്തപ്പെട്ടത്. അതുപോലെ ഏത് വിഷയമാണെങ്കിലും ഇപ്പൊ നമ്മുടെ ഈ പ്രവേശന പരീക്ഷയിലെ ഫലം, ആ ഫലത്തിന്റെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇവർക്ക് ആദ്യം ഇത് വേണ്ട എന്താണെന്നറിയാമോ? ഇവർക്കൊരു വിദ്യാഭ്യാസ നയം വേണം. പൊതുവിദ്യാഭ്യാസ നയം, ഉന്നത വിദ്യാഭ്യാസ നയം, രണ്ടെണ്ണമാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഈ രണ്ടെണ്ണത്തിൽ അവർക്ക് ഉറച്ച നിലപാടുണ്ടോ? ഞാൻ അതിലേക്ക് വ്യക്തമായിട്ട് വരാം. അപ്പൊ ആദ്യം ഈ പ്രശ്നം പറഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പൊ ഈ സമയമാറ്റത്തെ കുറിച്ച് ആശങ്ക ഉണ്ടായതുകൊണ്ടാണ് മദ്രസ പഠനത്തെ ബാധിക്കരുത്, ഇതായിരുന്നു മുസ്ലിം സംഘടനകളുടെ ആവശ്യം. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്, മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ എന്താ, ഒന്ന് ചർച്ച ചെയ്തുകൂടെ? ഇതൊക്കെ ചർച്ച ചെയ്യാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? നേരത്തെ വിദ്യാർത്ഥി സംഘടനകളായിട്ടും അധ്യാപക സംഘടനകളായിട്ടും അതുപോലെ ഏത് വിഭാഗവുമായിട്ട് ഇവർ ഗവൺമെന്റ് ചർച്ച ചെയ്യുന്നതിന് എന്താ കുഴപ്പമുള്ളത്? അപ്പൊ ശിവൻകുട്ടി പറഞ്ഞ വിരട്ടൽ വേണ്ടെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അപ്പൊ ഇതിലത്തെ രാഷ്ട്രീയം ഉണ്ട്. എന്താണ് ആ രാഷ്ട്രീയം? ഭൂരിപക്ഷത്തെ ഒന്ന് സുഖിപ്പിക്കുക. അതായത് ഞങ്ങൾ മുസ്ലിം മതസംഘടനകൾക്കും അതുപോലെ മറ്റുള്ള ന്യൂനപക്ഷ സംഘടനകൾക്കും അതുപോലെ ഇതര സമുദായ നേതാക്കൾക്കൊന്നും വഴങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ല എന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ ഏതെങ്കിലും രാഷ്ട്രീയമുണ്ടോ? ഇപ്പം ഭൂരിപക്ഷത്തിന്റെ ഇപ്പൊ കുറെ കാലമായിട്ട് ഈ ഗവൺമെന്റ് നയം എന്താണ്? ഭൂരിപക്ഷ സമുദായത്തെ ഒന്ന് പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല കുറെ കാലമായിട്ട്. അതിന്റെ ഭാവമൊക്കെ നമ്മൾ കണ്ടല്ലോ. വെള്ളാപ്പള്ളി നരേശനെ അദ്ദേഹത്തിന്റെ ഒരു ആഘോഷത്തിൽ പോയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചത് നമ്മൾ കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ചില നീക്കങ്ങളെ ഒരു നയം, ആ രാഷ്ട്രീയ നയം എങ്ങനെയാണ്? ഇപ്പൊ നിലമ്പൂര് തോറ്റു ഇടതുമുന്നണി. അപ്പൊ നിലമ്പൂര് തോറ്റപ്പോ അതിന്റെ കാരണക്കാരെന്താ? അവിടുത്തെ ഏത് സമുദായത്തെയാണ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ മുൻകാലങ്ങളിൽ തന്നെ ഈ സമസ്തയിലെ രണ്ട് വിഭാഗങ്ങളുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതിലൊരു വിഭാഗത്തെ മാത്രം ഒരു ചർച്ചയ്ക്ക് വിളിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്, CPM. അപ്പൊ ഇതൊക്കെ കാണിച്ച മുസ്ലിം മതസംഘടനക്കിടയിലെ അവർക്കിടയിൽ എന്തെങ്കിലും ഭിന്നതയുണ്ടെങ്കിൽ ആ ഭിന്നതയെ രാഷ്ട്രീയമായിട്ട് CPM പലവട്ടം എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പൊ ഇത്തവണത്തെ ശ്രീകുമാർ, ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരു സമസ്തകൾക്കും ഒരേ നിലപാട് തന്നെയാണുള്ളത്. അവർ ഒരേ തരത്തിൽ എതിർക്കുകയാണ് ഈ തീരുമാനത്തെ. ഇപ്പോൾ രണ്ട് വിഭാഗക്കാരും അതിന്റെ മാനേജ്മെന്റ് പ്രതിനിധികൾ ഇന്നത്തെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്, കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ നയവുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഒരു സർക്കാരിന് വിദ്യാഭ്യാസപരമായ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ആദ്യം മതസംഘടനകളോട് ചോദിച്ചിട്ട് ആ തീരുമാനം എടുക്കണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? സർക്കാർ ഒരു തീരുമാനമെടുത്തു, അത് നടപ്പാക്കി മുന്നോട്ട് പോകുമ്പോൾ എതിർസ്വരങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതേ കാര്യങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എന്ത് പറഞ്ഞു അത് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇതുവരെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞത്. ഇത് കോടതി വിധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നടപ്പാക്കുന്നതിൽ. പിന്നെ ഇത് ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമല്ല, ആകെ 15 മിനിറ്റിന്റെ പ്രശ്നമേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു, ചർച്ചയാകാം എന്ന് പറഞ്ഞു. ചർച്ച ഇല്ലാതെ പോകുന്നത് ഒരു ഏകാധിപത്യ സ്വഭാവമാണ് എന്നൊരു വിമർശനം വരുമല്ലോ. അവിടെ ഒരു ചർച്ചയ്ക്ക് സർക്കാർ വഴങ്ങി എന്നുണ്ട്. അവിടെ ചർച്ച നടത്തിയത് ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്കാണോ? അല്ല, അത് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി പറയുന്നു. ഇത് തീരുമാനം മാറ്റാനുള്ള ചർച്ചയല്ല, അവർക്ക് എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ചർച്ചയാണ് എന്ന് പറയുന്നു. അങ്ങനെ ആ നിലപാട് നടപ്പാക്കുന്നു സർക്കാർ. അതായത് ആദ്യം വഴങ്ങില്ല എന്ന് പറഞ്ഞ ആള് പിന്നെ എന്തിനാ ചർച്ച പിന്നെ നടത്തിയതിനാ? അവരെ മനസ്സിലാക്കിക്കാൻ. അവർക്ക് പ്രശ്നങ്ങളുണ്ടല്ലോ, അവർക്ക് ചർച്ച വേണമെന്ന് ഒരു കാര്യമുണ്ടല്ലോ, അതിന് സർക്കാർ വഴങ്ങിക്കൊടുത്തു. ഇതിപ്പോൾ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് നല്ല ഒരു ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്രീകുമാർ? എന്റെ രേണുക, ഇതിൽ വിട്ടുവീഴ്ചയുടെ പ്രശ്നമോ ഞാൻ പറഞ്ഞു, ഒരു സമരം ചെയ്താൽ സന്ധി ചെയ്യാൻ തയ്യാറാകണമെന്നുള്ള നമ്മുടെ പൊതു നയമാണ്. അതായത് വിദ്യാഭ്യാസ മന്ത്രിയോട് ഈ മുസ്ലിം സംഘടനകൾ, എല്ലാ മുസ്ലിം സംഘടനകളും, സമസ്തയിലത്തെ രണ്ട് വിഭാഗവും അതുപോലെ തന്നെ സുന്നികളിലെ വിഭാഗവും എല്ലാവരും, ലീഗ് അടക്കം എന്താ പറയുന്നത്, ഒരു ചർച്ച നടത്താനേ പറഞ്ഞുള്ളൂ. അപ്പൊ ആ ചർച്ച മുൻകാലങ്ങളിൽ ആദ്യത്തെ മുഖ്യമന്ത്രി അങ്ങനെയല്ലോ ചർച്ച നടത്താമെന്ന് പറഞ്ഞു. ചർച്ച നടത്താൻ സർക്കാർ തീരുമാനിച്ചു. അത് ബുധനാഴ്ച നടക്കേണ്ടതായിരുന്നു. VS-ന്റെ വിയോഗ വാർത്ത വന്നതിനെ തുടർന്നാണ് പിന്നീട് അത് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയത്. ചർച്ച നടത്താൻ പോകുമ്പോ എന്താ പറഞ്ഞേ? നിങ്ങൾ ഈ സമയമാറ്റം ഒന്ന് ഉച്ചക്കലത്തേക്കാക്കാമോ, വൈകുന്നേരത്തേക്കാക്കാമോ, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് അവധി ദിവസങ്ങളിലേക്കാക്കാമോ എന്നൊക്കെ സാധ്യമായ എല്ലാ ഉപാധികളും വെച്ച് മുഖം രക്ഷിക്കാൻ. അതൊന്നും നടപ്പായില്ലെന്ന് മാത്രമല്ല, സർക്കാർ എന്ത് തീരുമാനിച്ചോ അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അതാണ് ഞാൻ ചോദിച്ചത്. സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു വിജയം രാഷ്ട്രീയമായി കൂടി അവകാശപ്പെടാൻ പറ്റില്ലേ എന്ന്. ഈ രാഷ്ട്രീയ വിജയം എന്ന് പറഞ്ഞാൽ അക്കാദമിക് ഇഷ്യൂകളാണോ രാഷ്ട്രീയ വിജയം കൊണ്ടുവരേണ്ടത്? വിദ്യാഭ്യാസത്തെ കുളവാക്കിയിട്ടാണോ രാഷ്ട്രീയ വിജയം കൊണ്ടുവരേണ്ടത്? അതാദ്യം മനസ്സിലാക്കുക. കുളമാക്കാനല്ലോ. കൂടുതൽ സമയം കുട്ടികൾ പഠിച്ചാൽ, ഒരു 15 മിനിറ്റ് കുട്ടികൾ പഠിച്ചാൽ ദോഷമാണോ ശ്രീകുമാർ വരിക? അല്ല, ഞാൻ പറയട്ടെ, സ്കൂളിലത്തെ സമയമാറ്റവും വിദ്യാഭ്യാസ നയവും ഒക്കെ ഗവൺമെന്റ് തീരുമാനിക്കാമെന്നേ.
ആദ്യം നയം ഉണ്ടാക്കട്ടെ എന്നാ പറഞ്ഞത്. ഈ നയം മറ്റേ എന്താ 10ാമത്തെ വർഷം അല്ലല്ലോ വേണ്ടത്. ഈ 5 വർഷം 4 വർഷം എന്ത് ചെയ്യായിരുന്നു? ഇതിന് മുമ്പുള്ള 5 വർഷം എന്ത് ചെയ്യായിരുന്നു? ഞാൻ പറഞ്ഞ ഓരോ സമയത്തും രാഷ്ട്രീയമായ തീരുമാനം എടുക്കുന്നത് തെറ്റില്ല ഗവൺമെന്റിന്. പക്ഷെ അത് മറ്റുള്ളവർക്കും കൂടി വിശ്വാസത്തിലെടുക്കണം. ഈ നാട്ടിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നില്ല. എത്ര കുട്ടികളാ നമ്മുടെ സർക്കാർ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോയത്? അപ്പൊ മാനേജ്മെന്റ് സ്കൂളുകൾ എന്താണ്? മതസംഘടനകളാണ് നടത്തുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നത്. അപ്പൊ അവരെ കൊണ്ട് വിശ്വാസത്തിലെടുക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഇതിൽ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഉന്നത വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത്? മറ്റ് പ്രൈവറ്റ് സ്കൂളുകളിലേക്ക്, CBSE സ്കൂളുകളിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഏത് സമയം എങ്ങനെ ക്ലാസ് വെച്ചാലും ഒരു കുഴപ്പമില്ല, അവർ അവിടെ ഹാജരാണ്. ഒരു മതസംഘടനകളും ഇടപെടത്തില്ല. സമയക്രമമോ പ്രശ്നമോ മദ്രസ പഠനമോ വേറെന്തെങ്കിലും പഠനമോ എന്ന് പറഞ്ഞ് ഇടപെടത്തില്ല. കുട്ടികൾ പോകുന്നത് അങ്ങോട്ടാണ്. അപ്പോൾ സർക്കാർ അതും കൂടി കണ്ടുകൊണ്ടൊരു നടപടി എടുത്തു എന്ന് കരുതിയാൽ പോരെ? നോക്കൂ രേണുക, ഞാൻ എത്ര പറഞ്ഞാലും രേണുകയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പിടിവാശി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രേണു ഉൾക്കൊള്ളില്ല. എനിക്ക് പിടിവാശിയൊന്നുമില്ല, ഞാൻ ചോദിക്കുന്നതാണ് ശ്രീകുമാർ. അല്ലല്ല, ഞാൻ പറയണത് അതായത് ഇതിലൊരു രാഷ്ട്രീയം ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വോട്ട് കിട്ടാനുള്ള തന്ത്രങ്ങൾ തന്നെയാണ്. അതിലൊന്നും തെറ്റില്ല, ഏത് പ്രസ്ഥാനങ്ങളും ചെയ്യും. പക്ഷെ നെറ്റ്വർക്കിൽ എന്തോ പ്രശ്നമുണ്ട്, താങ്കളുടെ ശബ്ദം ക്ലിയർ ആകുന്നില്ല. ഞാൻ മറ്റ് അതിഥികളിലേക്കും എത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ IP അബ്ദുൽ സലാം, ഇവിടെ ഇപ്പോൾ ചർച്ച നടത്താതെ സർക്കാർ ഒരു തീരുമാനമെടുത്തു, അത് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇപ്പോൾ ചർച്ച നടത്തി ഞങ്ങൾ വഴങ്ങി എന്ന നിലയിൽ ന്യായീകരിക്കാൻ കഴിയുന്നതാണോ? ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ സമസ്തയുടെ 2 വിഭാഗത്തിൽ നിന്നും ആളുകളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ ചർച്ചയ്ക്ക് തയ്യാറായില്ല. മാത്രവുമല്ല, ഒരു പ്രമുഖ നേതാവ് എന്നോട് പറഞ്ഞത് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, കാരണം അവിടെ ഒരു തീരുമാനം സർക്കാർ പറഞ്ഞു എന്നേ ഉള്ളൂ, ഞങ്ങൾ ഇനി ആ തീരുമാനം ചർച്ച ചെയ്യും, തീരുമാനം ചർച്ച ചെയ്ത് സമരവുമായി മുന്നോട്ട് പോകണമോ അതോ ഇത് അക്സെപ്റ്റ് ചെയ്യണമോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും, അതിനുശേഷം മാത്രമേ പുറത്ത് സംസാരിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു പെൻഡിങ് ഇഷ്യൂ ആണോ? ഇനിയും ചർച്ചകൾ നടക്കുമോ? ഒരു വിഭാഗത്തിന് വലിയ എതിർപ്പ് സർക്കാരിന് വഴങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു മദ്രസ പഠനത്തെ ഒരു തരത്തിലും ബാധിക്കുന്ന വിഷയമല്ല ഇതെന്ന്. അപ്പോൾ ഒരു പിടിവാശി ഈ കാര്യത്തിൽ മതസംഘടനകൾ പുലർത്തുന്നുണ്ടോ? മതസംഘടനകൾ സാധാരണ ഇത്തരം വിഷയങ്ങളിൽ പിടിവാശി വെച്ച് പുലർത്താറില്ല. കാരണം കേരളത്തിൽ ഇക്കാലം അത്രയും പൊതുവിദ്യാഭ്യാസ രംഗത്ത് വന്ന എല്ലാ മാറ്റങ്ങളെയും ഇവിടെയുള്ള മതസംഘടനകളും സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷെ പൊതുവെ സാധാരണ ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ സർക്കാർ ചെയ്യാറുള്ളത് അതിന്റെ ആമുഖമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി അവരുമായി ചർച്ചകൾ നടത്താറുണ്ട്. അതിനുശേഷമാണ് ഒരു നയമായി പ്രഖ്യാപിക്കാറുള്ളത്. ഇപ്പൊ കോടതി വിധി വന്നതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ഈ ഇത്തരം വിവാദങ്ങളിൽ നിന്ന് പിന്മാറാനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിരുന്നു. ആരൊക്കെയായിട്ടാണോ ബന്ധപ്പെടേണ്ടത് അവരുമായി ഉള്ള ഒരു ഡിസ്കഷൻ, ഒരു ഓപ്പൺ ഡിസ്കഷൻ സർക്കാർ നേരത്തെ നടത്തിയിരുന്നുവെങ്കിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള പിടിവാശിയോ അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള പിന്മാറ്റമോ അല്ലെങ്കിൽ സമരമുറുകത്തേക്ക് വരുന്നു എന്ന അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്തുമായിരുന്നില്ല. സത്യത്തിൽ സർക്കാർ ഇതിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. ആദ്യം തന്നെ സർക്കാർ പ്രഖ്യാപനമാണ് നടത്തുന്നത്. പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് ഇതിലെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി സംഘടനകൾ, അധ്യാപക സംഘടനകൾ, പൊതുസമൂഹവുമായി സർക്കാർ ഇതിനൊരു സർവേ നടത്തിയിരുന്നു. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ ഒരു 65 and above ശതമാനം ആളുകളും ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഈ സമയമാറ്റത്തെ അംഗീകരിച്ചതായിട്ടാണ് മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തുവിട്ടത്. സ്വാഭാവികമായും ഇനി ഇതൊരു വിഷയത്തിൽ വലിയ തർക്കത്തിലേക്ക് പോകാനുള്ള ഒരു അവസരമില്ല എന്നതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുമായി മറ്റു സംഘടനകൾ നടത്തിയ ഡിസ്കഷന്റെ ഭാഗമായി മനസ്സിലാവുന്നത്. സർക്കാരിന്റെ നയവുമായി മുന്നോട്ട് പോകുന്നു, സമസ്ത പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ അടുത്ത ഒരു വർഷത്തേക്ക് അടുത്ത വർഷം ഇതിന് ക്രമീകരണങ്ങളും മാറ്റങ്ങളും ഉണ്ടാവുന്നു എന്ന് സമരമുഖത്തേക്ക് വരാനുള്ള ഒരു വേദിയല്ല, മറിച്ച് പിന്മാറുന്നതായിട്ടാണ് അതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. യഥാർത്ഥത്തില് ഇവിടെ
മതസംഘടനകൾ നിലനിൽക്കുന്നു, എല്ലാ സംഘടനകളും നിലനിൽക്കുന്നു. കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് ഇതുവരെ നടത്തിപ്പോന്ന ഒരു നിലപാട് എല്ലാവരുമായി ചർച്ച ചെയ്ത് പൊതുസമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് അത് നടപ്പിലാക്കുന്ന സമീപനമായിരുന്നു സർക്കാരുകൾ സ്വീകരിച്ചത്. ഈ സർക്കാരിനും ആ നിലപാട് തന്നെ ആയിരിക്കും. എന്ന് സ്വാഭാവികമായും മദ്രസയെ ഇത് കൃത്യമായി ബാധിക്കുന്നത് LP, UP, ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി മേഖലയിലുള്ള സമയമാറ്റം ഉണ്ട് എങ്കിൽ ഇതൊരു പക്ഷേ മതവിദ്യാഭ്യാസത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് മറ്റൊരു പരിഹാരം ചിലപ്പോൾ മതസംഘടനകൾ കണ്ടെത്തേണ്ടി വരും, അല്ലെങ്കിൽ സർക്കാർ ഒരു നീക്കുപോക്കിന് ഒരു മാറ്റത്തിന് തയ്യാറാവേണ്ടി വരും. കൃത്യമായ ആ ഒരു നിലപാട് അവിടെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒരു വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ആവശ്യമുണ്ട്. ആ മാറ്റങ്ങള് അത് കരിക്കുലത്തിൽ ഈ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിൽ, കരിക്കുലം ആക്ടിവിറ്റീസുകൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലൊക്കെ നമുക്കൊരു മാറ്റം ആവശ്യമുണ്ട്. ആ മാറ്റത്തിന് സമൂഹത്തിന് ഗുണകരമായ മാറ്റങ്ങൾ സർക്കാർ മുന്നോട്ട് വെക്കുമ്പോൾ എല്ലാ വിഭാഗങ്ങളും, മതസംഘടന മാത്രം പറയുന്ന എല്ലാ വിഭാഗങ്ങളും ഒന്നടങ്കം അതിനെ പിന്തുണക്കുകയും അതിന് ശക്തി പകരുകയും അതിനൊപ്പം നിൽക്കാനും തയ്യാറാണ്. ഇക്കാലം അത്രയും അങ്ങനെയാണ് നമ്മൾ സ്വീകരിച്ചു പോകുന്നത്. ഈ മദ്രസ വിഷയത്തിലും നമുക്ക് അത്ര തന്നെ പറയാനുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഇവിടെ നിലനിൽക്കുന്ന മതവിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അതിന് ഒരു ഒളി അജണ്ടയുണ്ട് എങ്കിൽ ആ വിഷയത്തിൽ വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. എല്ലാവരും നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കേണ്ടവരാണല്ലോ. ആ നിലക്ക് ഈ രാജ്യത്തിന്റെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടെ കൂടെ തന്നെ, ജനാധിപത്യം സംരക്ഷിക്കുന്നതോടെ കൂടെ തന്നെ മതേതരത്വം കൂടി സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരുകൾ സ്വീകരിക്കേണ്ടത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഷാജി, ഇവിടെ ഇപ്പോൾ സർക്കാർ ഇത് നയപരമായ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ശ്രീകുമാറൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ അടിമുടി രാഷ്ട്രീയം കലർന്നിട്ടുണ്ടോ ഇതിൽ എന്ന് സംശയിക്കാവുന്ന സാഹചര്യങ്ങളുമുണ്ട്. കാരണം ഇക്കാലയളവിൽ ന്യൂനപക്ഷ പ്രീണനം വേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വന്ന നിലപാടാണോ ഇത് എന്ന് സംശയം തോന്നാം. അതൊരു കാര്യം. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യം വിശദീകരിക്കുമ്പോൾ പറയുന്നു, ഈ അധ്യയന വർഷം ഇങ്ങനെ പോകും, അടുത്ത അധ്യയന വർഷം എന്താണ് വേണ്ടതെന്ന് അവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. അപ്പോൾ ഒരു നിലപാടാണ് എങ്കിൽ പിന്നീട് എന്തിനാണ് ഒരു അധ്യയന വർഷം കഴിയുമ്പോൾ അതിലൊരു പുനഃപരിശോധന? വിദഗ്ധ സമിതി ഉണ്ട്, ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. അപ്പോൾ ഇത് രണ്ടും പാലിച്ചുകൊണ്ടൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന സർക്കാർ അടുത്ത വർഷം അതിനെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു ഉറപ്പോ അതിനുള്ള ഒരു സാധ്യതയോ ഈ ചർച്ച നടത്തുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ആവശ്യവുമില്ലല്ലോ. ഞാനിപ്പോ തൊട്ട് മുമ്പ് ചർച്ചയിൽ പങ്കെടുത്ത എൻ്റെ സുഹൃത്ത് പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. മതനിരപേക്ഷതയോടൊപ്പമാണ് ഈ സർക്കാർ എന്നുള്ളതിന് എത്രയോ തെളിവുകളുണ്ട്. അവിടെ ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ ഈ സർക്കാർ നിലപാടെടുക്കുന്നില്ല. അതാണ് ബഹുമാനപ്പെട്ട പ്രൊഫസർ ജോർജ് സർ പറഞ്ഞതുപോലെ NEP-യിൽ PM ശ്രീ ഒപ്പിട്ടില്ല. PM ശ്രീ ഒപ്പിടാതിരിക്കാൻ കാരണം എന്താണെന്നുള്ളത് വ്യക്തമാണ്. PM ശ്രീ എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഷോക്കേസ് പീസാണ്. അത് നടപ്പിലാക്കിയാൽ NEP കേരളത്തിലും നടപ്പിലാക്കണം എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ രേഖയായ ഈ ദേശീയ വിദ്യാഭ്യാസ നയം, ഇതിനു മുമ്പ് കോത്താരി കമ്മീഷൻ അടക്കമുള്ള ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾ മുമ്പും വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് വന്നിട്ടുള്ളത്. ഇതൊരു കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഈ വിഷയത്തിൽ സംസ്ഥാനങ്ങളുടെ ഒരു അഭിപ്രായം പോലും തേടാതെ നടപ്പിലാക്കിയ NEP-യുടെ അപകടം ഇടതുപക്ഷം മാത്രമല്ല, മതനിരപേക്ഷ പക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും ചൂണ്ടിക്കാണിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ത്യയിൽ PM ശ്രീയിൽ ഒപ്പിടാത്ത തമിഴ്നാടും കേരളവും പശ്ചിമ ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ നിൽക്കുന്നത്. NEP-യിൽ ഒപ്പിട്ടവരുടെ ഭാഗത്ത് സംഭവിച്ചത് എന്തൊക്കെയാണ്? പാഠഭാഗങ്ങളിൽ മാറ്റം വരുത്തണം, സ്കൂളുകൾ മെർജിങ്ങിന്റെ പേരിൽ അടച്ചുപൂട്ടി. അടുത്ത ദിവസമാണല്ലോ ഉത്തർപ്രദേശിൽ 5000 സ്കൂളുകൾ ഒന്നായിട്ട് അടച്ചുപൂട്ടിയതിന്റെ കാര്യം പുറത്തു വന്നത്. നമ്മുടെ പാർലമെന്റിൽ UDASന്റെ രേഖകൾ വരുമ്പോൾ ഓരോ വർഷവും ലക്ഷക്കണക്കിന് സ്കൂളുകളാണല്ലോ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം NEP-യുടെ ഭാഗമായി വന്നിരുന്നത്. ഈ NEP-യുടെ ഭാഗമായും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തുടർന്ന നയത്തിന്റെ ഭാഗമായും CBSE പുസ്തകങ്ങളിൽ നിന്ന്, NCERT പുസ്തകങ്ങളിൽ നിന്ന് മതനിരപേക്ഷമായ ഭാഗങ്ങൾ, അവർക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ, കേന്ദ്ര ഭരണാധികാരികൾ വിഷമമുണ്ടാക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയപ്പോൾ
മതനിരപേക്ഷയുടെ പക്ഷത്ത് നിൽക്കുന്ന കേരള സർക്കാർ ചെയ്തത് ആ പാഠപുസ്തകങ്ങൾ യെസ് എന്ന പേരിൽ ഇവിടെ അടിച്ചു നൽകുകയായിരുന്നു. മറ്റൊന്ന് ജനാധിപത്യപരമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു ചോദ്യം വന്നത് ഈ ഗവൺമെന്റിന് ഒരു നയമുണ്ടോ? ഞാൻ അവിടെ ഒന്ന് ഇടപെട്ട് പറയട്ടെ ഷാഫി, ഇത് ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നു എന്നത് വസ്തുത. അതിൽ കാര്യമായ ചർച്ചകളോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ മുഖവിലക്കെടുക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ എതിർത്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന ഫണ്ട് കണ്ടെത്താൻ എന്തെങ്കിലും ബദൽ മാർഗങ്ങളുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആ ബദൽ മാർഗങ്ങൾ കണ്ടെത്താതെ നിലപാട് പ്രഖ്യാപനം മാത്രമാകുമ്പോൾ അത് വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കും. ഇല്ല. ഉദാഹരണത്തിന് PM ശ്രീ ഒപ്പിടാത്തത് കൊണ്ട് സംസ്ഥാനത്തിന് തരേണ്ട 1500 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് തന്നില്ല. അതിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികളുടെ, പാവപ്പെട്ട കുട്ടികളുടെ യൂണിഫോം കൊടുക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ മാസമാണ് നമ്മുടെ ധനകാര്യ വകുപ്പ് 21 കോടി രൂപ നമ്മുടെ കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കാൻ വേണ്ടി വകയിരുത്തിയത്. മറ്റു കുട്ടികൾക്ക് മുഴുവൻ കൈത്തറി യൂണിഫോം നിർമ്മിച്ച് നൽകുന്നുണ്ട്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് മറ്റ് ആ കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതലായി പോകുന്നില്ല. മറ്റൊരു ചോദ്യം വന്നത്, അതായത് കേന്ദ്ര ഗവൺമെന്റിനെതിരായി മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായ നിലപാടെടുക്കുകയാണ് ഈ സർക്കാർ എന്നാണ് ഞാൻ നേരത്തെ സമാപിച്ച ചർച്ചയോടുകൂടി പ്രതികരിക്കുന്നത്. മറ്റൊന്നൊരു നയമുണ്ടോ? 10 വർഷമായിട്ട് നയമുണ്ടോ? ഇതുപോലൊരു നയം സ്വീകരിച്ച ഗവൺമെന്റ് പറയുന്നു. KCF രൂപീകരിച്ച് എല്ലാ സ്കൂളുകളിലെയും PTA കൂടി, രക്ഷിതാക്കൾ കൂടി കുട്ടികളുടെ അഭിപ്രായം വരെ രൂപീകരിച്ചു. അവിടെ ചർച്ച നടത്തി. ആ ചർച്ചകൾ ക്രോഡീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു. ഇന്ന് നടന്ന പരിപാടി പത്രക്കാരായ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്തകങ്ങൾ മാറ്റാൻ പോകുന്നു. പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കും. അവിടെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങൾ, അധ്യാപകർ, വിദ്യാഭ്യാസ വിചക്ഷണർ, പത്രക്കാർ, ഇങ്ങനെ വിദ്യാഭ്യാസ ജനപ്രതിനിധികൾ, പ്രിൻസിപ്പൽമാർ, കുട്ടികൾ, ഒരു കുട്ടിയൊക്കെ എന്ന് പറഞ്ഞ അഭിപ്രായം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എത്രയെത്ര ചർച്ചകൾ നടത്തി. ആ ചർച്ചകൾ ഇനി താഴെ തലത്തിലേക്ക് നടത്താൻ പോവുകയാണ്. ഏറ്റവും ജനാധിപത്യപരമായി ചർച്ച ചെയ്ത ഒരു നയത്തിന്റെ ഭാഗമാണ്. ഈ ഗവൺമെന്റ് പണം കൊടുക്കുന്നുണ്ട്. അതാണല്ലോ 5000 കോടി രൂപയാണ് ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് കൊടുത്തത്. ഇവിടുത്തെ മുൻ UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ അന്നത്തെ വീക്ഷണം പത്രത്തിൽ പോലും വന്നത് EGM തൊഴുത്തായി മാറിയിരിക്കുന്നു എന്നാണ്. അത് മാറ്റിക്കൊണ്ട് ഇപ്പോൾ സൗകര്യമുള്ള കെട്ടിടങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത് മറ്റൊരു തെറ്റായ പ്രചരണമാണ്. 40,609 കുട്ടികളാണ് ഈ വർഷം പുതുതായി പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നത്. കുട്ടികൾ കുറഞ്ഞു പോകുന്നില്ല. ആ വിഷയത്തിലേക്ക് വരുന്നു. നമ്മുടെ ഈ മതസംഘടനകൾ നേരത്തെ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ശക്തികൾ കൂടി നമ്മുടെ മതസംഘടനകൾക്കുണ്ടായിരുന്നു. മിഷണറിമാരുടെ പ്രവർത്തനം, മതസംഘടനകളുടെ പ്രവർത്തനം, പഴയകാലത്തെ ഒത്തുപള്ളികൾ, മലബാറിൽ പല സ്ഥലത്തും പോയാൽ നിങ്ങൾക്ക് ഒത്തുപള്ളികൾ കാണാം. അത് മദ്രസകളിലൊക്കെ ആരംഭിച്ച സ്കൂളുകളായി ഒത്തുപള്ളികളായി മാറിയതായിരുന്നു. മിഷണറിമാരുടെ പ്രവർത്തനം. എന്നാൽ ഇന്ന് ഞാൻ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇവരൊക്കെ ഈ മേഖലയിൽ നിന്ന് മാറിക്കൊണ്ട് CBSE സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകളും നോക്കുന്ന നിലയിലേക്ക് പോകുന്നുണ്ട്. അവിടെ നേരത്തെ ഇതൊരു സേവനമായി കണ്ടിരുന്നവർ ഇതൊരു കച്ചവടമായി കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തരം വിദ്യാലയങ്ങളുടെ സമയം എപ്പോഴാണ്? ആർക്കും ചർച്ചയില്ല. അവിടെ അവിടെ എന്തെങ്കിലും ഒരു നമ്മുടെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിൽ ഒരു ചെറിയ കുഴപ്പമുണ്ടായാൽ പോലും വളരെ വലിയ വാർത്തയാക്കുന്നവർ, മതസംഘടനകൾ, മറ്റു സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഇത്തരം വിദ്യാലയങ്ങളിലൂടെ എടുക്കുന്ന സമീപനം എന്താണ് എന്നുള്ളതൊക്കെ തീർച്ചയായും നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇന്നത്തെ ചർച്ചയിൽ മന്ത്രി എന്താണ് പറഞ്ഞത്? അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും, അവരോട് കാര്യങ്ങൾ പറയും, സാഹചര്യം പറയും. അത് തന്നെയല്ലേ ഒരു മതനിരപേക്ഷമായ ജനാധിപത്യ സർക്കാർ എടുക്കേണ്ട നിലപാട്? അല്ലാതെ ആ നിലപാട് തന്നെയാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ആ ഗവൺമെന്റിന്റെ ആ നിലപാടിന്റെ ഭാഗമായി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ശരി, ശ്രീ AG ജോർജ്, ഇവിടെ ഇപ്പോ വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യം പറയുമ്പോൾ ഗുജറാത്തിൽ കിട്ടുന്ന അധ്യയന ദിവസങ്ങൾ എന്ന് പറയുന്നത് 243, ഉത്തർപ്രദേശിൽ അത് 231, കർണാടകയിൽ 244, ആന്ധ്രാപ്രദേശിൽ 233, ഡൽഹിയിൽ 220 പ്രവൃത്തി ദിനങ്ങളാണുള്ളത്. കേരളത്തിൽ 204 ദിവസമാണ് വരുന്നത്. അതിലെത്തിക്കാനുള്ള മാർഗമാണ്
ഇങ്ങനെ സമയക്രമം ക്രമീകരിച്ചു കൊണ്ടുവരെ. ഞാൻ ഇത് സൂചിപ്പിച്ചത് താങ്കൾ ഇങ്ങനെ സമയം വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രം ഗുണനിലവാരം ഉയരുമോ എന്ന് ചോദിച്ച ഇടത്താണ്. പിന്നീട് താങ്കൾ ഉയർത്തിയ മറ്റു വിഷയങ്ങളിൽ ഇപ്പോൾ ഷാഫി ചില മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടി ഉള്ള പ്രതികരണം. ഇതിനെ ഒരു രാഷ്ട്രീയ ചർച്ചയായി ചില താത്വികമായ അവലോകനം നടത്തിയത് കൊണ്ട് നമ്മുടെ വിഷയത്തിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെയൊക്കെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ സർക്കാരിൻ്റെ കാലാകാലങ്ങളിലുള്ള നേട്ടങ്ങളും കോട്ടങ്ങളെ കുറിച്ചല്ലല്ലോ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മുൻപിൽ വളരെ നിയതമായ ഒരു വിഷയമുണ്ട്, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഈ സർക്കാർ അല്ലെങ്കിൽ ഇതിനു മുൻപിരുന്ന സർക്കാരൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു, അതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഈ നിലയിലായിരിക്കുന്നത് എന്നൊക്കെ ആരവകാശപ്പെട്ടാലും, അത് UDF-ന്റെ കാലത്തെ അവകാശങ്ങളായാലും ശരി, LDF-ന്റെ കാലത്തെ അവകാശങ്ങളായാലും ശരി, അതൊക്കെ പ്രശ്നത്തിൽ നിന്നൊക്കെയുള്ള ഒരുതരം രാഷ്ട്രീയമായിട്ടുള്ള ഒളിച്ചോട്ടം എന്ന രീതിയിൽ മാത്രമേ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനൊരു വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നയാളിന്റെ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെ ഈ രേണുക ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ പട്ടികയൊക്കെ വായിച്ചു, അധ്യയന ദിവസങ്ങളുടെ പട്ടികയൊക്കെ വായിച്ചു. അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് ഈ അധ്യയന ദിവസത്തിന്റെ കാര്യത്തിൽ ഒരു ഏകീകൃതമായ സംവിധാനം ഇല്ല എന്നുള്ളത് വളരെ പ്രകടമല്ലേ. അപ്പോൾ പ്രാദേശികമായി അല്പസ്വല്പം മാറ്റങ്ങളൊക്കെ വരുത്താം. മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മളെക്കാൾ കൂടുതൽ ഉള്ളത് കൊണ്ട് അവിടുത്തെ നിലവാരമൊക്കെ മെച്ചമാണ് എന്നൊന്നും ഇതുവരെ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷനുകൾ പോലും കണ്ടെത്തിയില്ല. ബീഹാറിലെയും ഒറീസയിലെയും ഉത്തർപ്രദേശിലെയും ഒക്കെ ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ നിലവാരം എത്ര നിൽക്കുന്നു എന്നുള്ളത് ദേശീയ പട്ടിക കാലാകാലങ്ങളിൽ പുറപ്പെട്ടു വന്നത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനായി സാധിക്കും. അതുകൊണ്ട് ഞാൻ തുടങ്ങിയെടുത്ത് നിൽക്കുന്നത് സംഖ്യാപരമായിട്ടുള്ള വർധനവ് കൊണ്ടൊന്നും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ 202 എന്നുള്ളത് സേണിക സൂചിപ്പിച്ചതുപോലെ കുറവായതുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ആകെ തകർന്നിരിക്കുന്നത് എന്ന ഒരു സമവാക്യവും ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞാൻ ആദ്യം തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു, ഇതിനെ രാഷ്ട്രീയമായി കാണാതെ ഇത് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഗുണനിലവാരത്തെ ഈ സമയ ക്രമീകരണം കൊണ്ട് കാര്യമായി സ്വാധീനിക്കുമോ എന്നുള്ളതാണ് ഇവിടെ പറയേണ്ടതായി ചർച്ച ചെയ്യേണ്ടതായ വിഷയം. രേണുക ഒരു കാര്യം കൂടെ ഇവിടെ നേരത്തെ പറഞ്ഞ രേണുക തന്നെ പറഞ്ഞു, ഈ ചർച്ചയ്ക്ക് ശേഷം ഒരു സമസ്തയിലെ നേതാവ് താങ്കളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടേതായിട്ടുള്ള ഒരു ആലോചന കഴിഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതിനോടുള്ള പ്രതികരണം പുറത്തു പറയുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രശ്നം തീർന്നിട്ടില്ല. ഇവിടെ സമവായത്തിലൂടെ കാര്യങ്ങളൊക്കെ തീർന്നു എന്ന ഒരു ധ്വനി മാത്രമേ ഇവിടെ പലയിടത്തുനിന്നും വരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഇതിനകത്തെ ബന്ധപ്പെട്ട കക്ഷികൾ ഒന്നും തന്നെ ഇത് പൂർണ്ണമായി അംഗീകരിച്ചു എന്ന് സമ്മതിച്ചിട്ടില്ല. അവർ ആ തരത്തിൽ പ്രസ്താവനകളുമായി വന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയും സമസ്ത ഇത് സ്വീകാര്യമല്ല എന്ന നിലപാടെടുക്കുമ്പോഴാണ് ഈ പ്രശ്നം അവശേഷിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. പക്ഷേ ശരീരഭാഷയിൽ നിന്നും അതുപോലെ പ്രസ്താവനയിൽ നിന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് പിന്നോക്കം പോകുന്ന പ്രശ്നമില്ല. കാരണം ഇപ്പോൾ ഏതാണ്ട് ഒന്നാമത്തെ ടേം അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓണപരീക്ഷയുടെ ഒക്കെ കാലമായിരിക്കുന്നു. അതുകൊണ്ട് പിന്നാക്കം പോകാനായി സാധ്യമല്ല എന്ന നിലപാട് ഖണ്ഡിതമായി എടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു സമവായത്തിലൂടെ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നത് ഇപ്പോഴും കുറച്ച് അപക്വമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. സമസ്തയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ ഇതിനകത്ത് പരാതിയുള്ള മറ്റ് സാമുദായിക സംഘടനകളോ അവരുടെ പ്രതികരണം ഖണ്ഡിതമായി അറിയിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നം തീർന്നു അല്ലെങ്കിൽ സമവായത്തിലെത്തി എന്ന് പറയാൻ ഒക്കെയുള്ളൂ. രണ്ടാമതൊരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ പറയാൻ ദയവായി എന്നെ ഒരു സെക്കൻഡ് അനുവദിക്കണം. അതായത് ഈ രേണുക ഇവിടെ ഇപ്പൊ അടുത്ത വർഷം ഇത് മാറ്റിവെച്ചാൽ പ്രശ്നം തീരുമെന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അല്പം ഒരു തമാശയായി തോന്നുന്നു. കാരണം അടുത്ത വർഷവും ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി തന്നെ ആയിരിക്കും പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്നാണ് ഇതിൽ നിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. അടുത്ത വർഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭ വരുമെന്നും ബഹുമാനപ്പെട്ട ശിവൻകുട്ടി ആയിരിക്കും പൊതുവിദ്യാഭ്യാസം, അങ്ങനെയുള്ള ഒരു അച്ചാരം കൊടുക്കാൻ സാമാന്യ ബോധമുള്ള ആർക്കെങ്കിലും സാധിക്കുമോ? ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ ആശങ്ക അല്ലെങ്കിൽ ആ സാഹചര്യം സമസ്ത നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ അവർ തന്നെ അവരുടെ നേതാക്കൾ തന്നെ ഇരുന്ന് അംഗീകരിച്ചാണല്ലോ ഈ തൃപ്തി ഉണ്ട് എന്ന് പറഞ്ഞ് ഈ യോഗം അവസാനിപ്പിച്ചത്. അപ്പോൾ അതിൽ ചിലർക്ക് അതൃപ്തി ഉണ്ട് എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഞാൻ താങ്കളിലേക്ക് സമസ്തയിലെ ഒരു നേതാവ് അങ്ങയോട് പറഞ്ഞു, അതെ ഒരു നേതാവ് പറഞ്ഞു, അതെ ഒരു നേതാവ് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ തന്നെ മുതിർന്ന നേതാക്കൾ ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു. മന്ത്രി പറഞ്ഞത് കേട്ട് അംഗീകരിച്ച് പ്രശ്നം പരിഹരിക്കുകയായിരുന്നുവല്ലോ. അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. പരിഹരിച്ചു എന്ന് താങ്കൾ പറഞ്ഞാൽ പോരല്ലോ.
ഉമർ ഫൈസി ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കണ്ട് തൃപ്തികരമാണ് ചർച്ചയെന്നും ഈ വർഷം അത് അങ്ങനെ പോകട്ടെ എന്നും പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ. ദയവായി തെറ്റിദ്ധരിപ്പിക്കരുത്. ഉമർ ഫൈസി മാത്രമല്ലല്ലോ ഇതിനകത്തെ പരാതിക്കാർ, മറ്റു പല വിഭാഗങ്ങളുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ താങ്കളോട് എന്തിനാണ് ഒരു നേതാവ് പറഞ്ഞത്? ഒരു സാധാരണക്കാരനല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കൂടിയാലോചിക്കും, വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഉമർ ഫൈസിയുടെ മതസംഘടനയിൽപ്പെട്ട മറ്റൊരു ആളാണ് ഈ എതിരഭിപ്രായം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കുള്ളിൽ, ആ സംഘടനയ്ക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ രണ്ട് അഭിപ്രായമുള്ളവരുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പല വിഷയങ്ങളിലും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നൊരു സാഹചര്യമുണ്ട്. സമയം തീർത്തും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എൻ ശ്രീകുമാർ, ഇനിയും ഇതിൽ രാഷ്ട്രീയം കലരുമോ, അതോ ഈ അധ്യയന വർഷമെങ്കിലും ഈ സമാധാനത്തിൽ കുട്ടികൾ മുന്നോട്ട് പോകുമോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നമുക്ക് അവസാനിപ്പിക്കാം. ഈ വിദ്യാഭ്യാസ രംഗത്ത് ഈ അക്കാദമിക് രംഗവും അതുപോലെ രാഷ്ട്രീയ രംഗവും രണ്ടാണ്. ഇപ്പൊ നോക്കൂ, സ്കൂൾ കുട്ടികൾ ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തില്, ഗവൺമെന്റ് അത് കൊടുക്കും, പോഷകാഹാരം കൊടുക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ആരുടെ തലയിലാണ് വീഴുന്നത്? അതിന്റെ പണം വിടുന്ന ഇതിലൊന്നും യാതൊരു ബന്ധവുമില്ല. അതുപോലെ ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വൈസ് ചാൻസലർമാര് മറ്റേ RSS സംഘടിപ്പിക്കുന്ന ജ്ഞാന സദസ് എന്ന പരിപാടിയിൽ പങ്കെടുക്കാം, വ്യക്തിപരമായിട്ട് പങ്കെടുക്കാമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. പാർട്ടി സെക്രട്ടറി എന്താ പറയുന്നത്? അത് ശരിയായ നടപടിയല്ല. അപ്പൊ അവിടെ നയമുണ്ടോ? നയമില്ല. അപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് നയമില്ല എന്ന് ഞാൻ പറയാൻ കാരണം അത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഏത് വിദ്യാഭ്യാസ രംഗത്ത് ഏത് വിഷയം എടുത്താലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് UDF കൊണ്ടുവന്ന നയങ്ങൾ അപ്പാടി ഇപ്പൊ അംഗീകരിച്ചില്ലേ? അത് വിദ്യാഭ്യാസ നയമില്ലായ്മ കൊണ്ടല്ലേ? PM-ശ്രീ പദ്ധതി തന്നെ ഇടതുമുന്നണിയിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണോ? അല്ല. അപ്പൊ അതേ ഇതൊന്നും മുന്നണി ചർച്ച ചെയ്യുന്നില്ല. ഇപ്പൊ ശിവൻകുട്ടി ഇന്ന് മുൻപ് പറഞ്ഞത് ചർച്ചയില്ല, വിരട്ടണ്ട എന്നൊക്കെ പറഞ്ഞില്ലേ? ഇപ്പൊ ചർച്ച ചെയ്തിട്ട് അദ്ദേഹം ചർച്ച ചെയ്ത ശേഷം മുസ്ലിം നേതാക്കളുടെ ഒരാളുടെ പ്രസ്താവന ഞാൻ കേട്ടത്, ഇത്തവണ എന്തായാലും നടപ്പാക്കാൻ തീരുമാനിച്ചു, സഹകരിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഞങ്ങൾ സഹകരിക്കുന്നതെന്നാണ്. അത് നല്ല കാര്യം. അത് വിദ്യാഭ്യാസ രംഗത്ത് ഒരിക്കലും രാഷ്ട്രീയം കൊണ്ടുവരുന്നത് നല്ലതല്ല. പക്ഷേ ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യുന്നത് അവരുടെ ഓരോ നയത്തിനും പരാജയം സംഭവിക്കുമ്പോഴാണ്. ശരി. എന്തായാലും സമയം അവസാനിക്കുന്നത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. നമുക്ക് കാത്തിരിക്കാം. ഇനി സമസ്തക്കിടയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, സമരം തുടരാൻ തീരുമാനിക്കുന്നുണ്ടോ, അതോ ഇതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം. നമസ്കാരം.